ഹായ്, ലേണിംഗ് ഡിസബിലിറ്റി പറ്റിയാണ് നമ്മൾ നോക്കിയിരുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നും ലേണിംഗ് ഡിസബിലിറ്റി കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നും നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും കാരണം മാതാപിതാക്കൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കൂടാതെ ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, അമ്മ മദ്യപിക്കുകയോ മറ്റ് ലഹരി ഉപയോഗിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നീട് ഗർഭപാത്രം പൂർണ്ണമായി വികസിക്കാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം. അതുകൂടാതെ ജനനശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് കുഞ്ഞിനുണ്ടാകുന്ന വളർച്ചക്കുറവ്, ഭാരക്കുറവ്, പോഷകാഹാരക്കുറവ്, തലയ്ക്ക് ഏൽക്കുന്ന അമിതമായ ആഘാതം, അതായത് കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുക, കട്ടിലിൽ നിന്നൊക്കെ താഴെ വീഴുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പം അതിൽ കുഞ്ഞിന് നല്ല രീതിയിൽ തലയ്ക്ക് ആഘാതം ഉണ്ടാകുകയാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വരാം. കൂടാതെ പെയിന്റ്, സെറാമിക് തുടങ്ങിയ വസ്തുക്കളുടെ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലമാണ്. അതായത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അറിയാതെ ഇതൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്, നമ്മുടെയൊക്കെ കണ്ണ് തെറ്റുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലും അതുമൂലവും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം. ഇത് കൂടുതലായും നമ്മൾ ഒരു 25% ലേണിംഗ് ഡിസബിലിറ്റി ADHD ആയി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. ADHD ആയിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുമ്പോൾ തന്നെ അവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ NFI അവയർനെസ്. താങ്ക് യു.